ഏറ്റവും സങ്കടമായിട്ടുള്ളൊരു ദിവസമാണ് ഈ ദിവസം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് 2 മാസത്തോളമായി. ജനുവരി ലാസ്റ്റ് 2025 എടുത്തതാണ് കേട്ടോ. എനിക്ക് ഇത്രയും ദിവസം വേണ്ടി വന്നു ഇതൊന്ന് പോസ്റ്റ് ചെയ്യാനായിട്ട്. ഇടയ്ക്കൊക്കെ ഞാൻ വിചാരിക്കും കേട്ടോ, വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ പോസ്റ്റ് ചെയ്താലോ എന്ന്. പക്ഷേ അന്നേരം എൻ്റെ മനസ്സൊന്നും ഓക്കെ അല്ലായിരുന്നു. ഇപ്പോഴും ഓക്കെ ആയിട്ടൊന്നുമല്ല. പിന്നെ ഞാൻ ഓർത്ത് ഓക്കെ എന്തായാലും പോസ്റ്റ് ചെയ്തേക്കാമെന്ന്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജുവിൻ്റെ ഫെയർവെല്ലാണ് കേട്ടോ. ഒരിക്കലും ഇങ്ങനൊരു ദിവസം ഞങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ വരും എന്ന് ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചിട്ടില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പിന്നെ ദൈവത്തിൻ്റെ നിശ്ചയമാണല്ലോ, അതാണല്ലോ ഏറ്റവും വലിയൊരു കാര്യം. ദൈവം എന്താണോ നിശ്ചയിക്കുന്നത് അതുപോലൊക്കെയല്ലേ നമ്മുടെ ലൈഫിൽ നടക്കത്തുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് മാർച്ച് 2-ാം തീയതിയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ അവൾ പുതിയ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ ബലൂൺസൊക്കെ വെച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തു. കുറച്ച് പിക്ചേഴ്സൊക്കെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി സ്റ്റാഫൊക്കെ പുറത്തുണ്ട് കേട്ടോ, പേഷ്യൻസിനെയൊക്കെ നോക്കാനായിട്ട്. ഈ സെലിബ്രേഷൻ കാരണം ഒരു പേഷ്യൻസിന് ഡിലേയും കാര്യങ്ങളായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പം നമ്മളെയും കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അഞ്ജുവിന് ഒരു ക്ലൂ ഇല്ല കേട്ടോ ഇന്നാണ് ഫെയർവെൽ എന്ന്. അങ്ങനെ കേക്ക് മേടിച്ചു. ബ്രേസ്ലെറ്റാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഫ്ലവർ അങ്ങനെയൊക്കെ മേടിച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ശരിക്കും ഇത് ഭയങ്കര വിഷമമുള്ളൊരു ദിവസമാണ് എൻ്റെ ലൈഫിൽ. കാരണം അഞ്ജു എന്ന് പറയുന്നത് എൻ്റെ ആരാന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു എക്സ്പ്ലനേഷൻ ഇല്ല കേട്ടോ. കണ്ട അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഞാൻ ആദ്യം വിളിക്കുന്നത് അവളെ ആയിരിക്കും കേട്ടോ. എൻ്റെ എല്ലാ പ്രയാസത്തിലും സന്തോഷത്തിലും ഒപ്പം എന്നോട് കൂടെ ഉണ്ടായിരുന്ന ആളാണ് അഞ്ജു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജു. അങ്ങനെ നമ്മളെല്ലാവരും റൂമിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അവൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇന്നായിരിക്കും ഫെയർവെൽ എന്ന് കേട്ടോ. അങ്ങനെ 8 വർഷത്തെ അവളുടെ ജേർണി ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പോഴത്തെ സമയത്ത് എല്ലാവരും അവളെപ്പറ്റി ഓരോന്നൊക്കെ ഫീഡ്ബാക്ക്സ് പറയുകയാണ്. എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുണ്ടാവൂ അവളെപ്പറ്റി. ഇനി അവൾ എവിടെ പോയാലും ഏതൊക്കെ മേഖലയിൽ എത്തിയാലും നല്ലൊരു സ്റ്റാഫായിരിക്കും അവളെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പുണ്ട്. കാരണം അത്രയ്ക്ക് നല്ല മനസ്സാണ് അഞ്ജുവിനെ സംബന്ധിച്ച് കേട്ടോ. ഞാൻ കളിയാക്കി എപ്പോഴും പറയും, സെൻറ്റ് മേരിയെ പോലാണ് നീ ഭാവിയിൽ ഒരു വിശുദ്ധയാവോടിയെന്ന്. കാരണം അത്രയ്ക്ക് നിഷ്കളങ്കയാണ് അവൾ കേട്ടോ. ഈ പ്രായത്തിലും ഇത്രയും നിഷ്കളങ്കമായിട്ട് അങ്ങനെ കളങ്കമൊന്നുമില്ലാതെ എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു എന്നൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ശരിക്കും അവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നതെല്ലാം ഞങ്ങളുടെ ആ ഒരു മെമ്മറീസ് ആയിരുന്നു കേട്ടോ. ഒന്നിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതും വരുന്നതും പോകുന്നതും എല്ലാം ഷെയർ ചെയ്യുന്നതൊക്കെ. ഇനിയിപ്പം ഒന്നിച്ച് നമുക്ക് ഒരേ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. എങ്കിലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരിക്കലും ഒരു ബ്രേക്ക് ഉണ്ടാകത്തില്ല. കാരണം എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഒരു വ്യക്തിയാണ് അഞ്ജു എൻ്റെ ലൈഫിൽ. ബെസ്റ്റ് ഫ്രണ്ടെന്ന് പറയാൻ നമുക്ക് എല്ലാവരെയും ബെസ്റ്റ് ഫ്രണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. ഇന്നത്തെ കാലത്ത് നല്ലൊരു ഫ്രണ്ടെന്ന് പറയുമ്പോൾ ജെന്യുവിനായിട്ടുള്ളൊരു ഫ്രണ്ടിനെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ആ കാര്യത്തിൽ ഞാൻ ശരിക്കും ബ്ലെസ്ഡാണ് കേട്ടോ. അതുപോലെ തന്നെ അവിടെ എല്ലാ കാര്യത്തിനും ഞാൻ അവളോടൊപ്പം ഉണ്ടായിരുന്നെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അവൾ ഗിഫ്റ്റ് നോക്കുകയാണ് കേട്ടോ. ബ്രേസ്ലെറ്റ് അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഡോക്ടർ അവൾക്ക് കൊടുത്തത് പേളിൻ്റെ കമ്മലാണ്. അങ്ങനെ ഗിഫ്റ്റുകളൊക്കെ നോക്കി. പിന്നെ ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ അതെന്നും ഒരു മെമ്മറീസ് ആയിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഫോട്ടോ ഫ്രെയിമാണ് ചെയ്തത് കേട്ടോ. എൻ്റെ മനസ്സിൽ അന്നേരത്തെ സങ്കടം എനിക്ക് എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല. പിന്നെ ലൈഫാകുമ്പോൾ നമ്മളിതെല്ലാം മുന്നോട്ട് കൊണ്ടുപോയല്ലേ പറ്റുമല്ലേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ പൊട്ടിപ്പോയി കേട്ടോ. എനിക്ക് അറിയത്തില്ല, ഇപ്പോഴും ആ വീഡിയോ കാണുമ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടിപ്പോവും. ഞങ്ങൾ ഒന്നിച്ചുള്ള കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫ്രെയിം ആക്കിയതാണ് കേട്ടോ. അച്ചാച്ചൻ എന്നെ കുറേ ഹെൽപ്പൊക്കെ ചെയ്തായിരുന്നു ഫോട്ടോ ഫ്രെയിം ആക്കാനായിട്ട്. അങ്ങനെ ആ ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കാനായിട്ട് പറ്റി. പിന്നെ ഡോക്ടേഴ്സ് എല്ലാം കൂടെ വന്നിട്ട് കേക്കൊക്കെ മുറിച്ചു. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വരുന്നതാണ് അനു നമ്മുടെ കൂടെ വർക്ക് ചെയ്ത സ്റ്റാഫാണ്. അഞ്ജു
നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫായിരുന്നു കേട്ടോ. റിസൈൻ ചെയ്ത് പോയിട്ട് ഏകദേശം 3 വർഷത്തിന് മേലെയായി. അപ്പോൾ സർപ്രൈസായിട്ട് അഞ്ജുവിൻ്റെ ഫെയർവെല്ലിന് വന്നതാണ് കേട്ടോ. അപ്പോൾ ലിനി റിസൈൻ ചെയ്ത് പോയതാണ്. അങ്ങനെ രണ്ടുപേരും അഞ്ജുവിൻ്റെ ഫെയർവെല്ലിന് പ്രതീക്ഷിക്കാതെ വന്നു. അത് ശരിക്കും ഒരു സർപ്രൈസായിരുന്നു. ലിനി വരുമെന്ന് എനിക്കറിയാമായിരുന്നു കേട്ടോ. അപ്പോൾ അനുവിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡേറ്റ് ഒന്നും അനുവിനോട് പറയാനായിട്ട് പറ്റിയില്ല. പക്ഷേ എന്തായാലും അനു വന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അഞ്ജുവിനും ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ അനുവായിട്ട് കുറേ സമയമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തു, ഫോട്ടോസൊക്കെ എടുത്തു. ശരിക്കും കുറേ കൂട്ടുകാരെ കിട്ടുക എന്ന് പറയുന്നതൊക്കെ വലിയൊരു കാര്യമാണല്ലേ. എത്രയും നമ്മൾ ചില സമയത്ത് അവരെ എന്നും വിളിക്കുന്നില്ലായിരിക്കും, മെസ്സേജ് അയക്കുന്നില്ല, വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും കോണ്ടാക്ട് ചെയ്യുന്നെങ്കിലും മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ. അത് നമ്മളെങ്ങനെ മറ്റുള്ളവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചുമ്മാതെ അഞ്ജുവിനെ കൊടുത്ത് ബൊക്കെയൊക്കെ വെച്ചിട്ട് ഫോട്ടോയൊക്കെ എടുക്കുവാണ്. അപ്പോൾ ഇതാണ് ഞാൻ അഞ്ജുവിന് കൊടുത്ത ഗിഫ്റ്റ് കേട്ടോ. കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടൊരു ഫ്രെയിമാണ്. ഇതാകുമ്പോൾ ഒരു മെമ്മറീസ് ആണല്ലോ, നമുക്ക് എന്നും ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഇതാണ് ബ്രേസ്ലെറ്റ്. അച്ചാച്ചൻ്റെ കടയിൽ നിന്ന് എടുത്താണ് ബ്രേസ്ലെറ്റ്. അപ്പോൾ അഞ്ജുവിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ ഒരു എന്താ അതിന് പറയുന്നത്, ഇതിനകത്ത് ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് വേണ്ടി ഇതാണ് ഡോക്ടർ കൊടുത്ത പേളിൻ്റെ കമ്മൽ കേട്ടോ. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരുമായിട്ട് കുറേ വീഡിയോ ഒക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇതൊക്കെയാണല്ലോ ഇനി നമുക്ക് മുന്നോട്ട് ഉള്ള മെമ്മറീസും കാര്യങ്ങളും ഒക്കെ അല്ലേ. തിരിച്ച്